ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീറ്റർ ബോർഡ് ഫിക്സ് ചെയ്യുകയാണ്. ഒരു 3 ഫേസിൻ്റെ ഒരു മീറ്റർ ബോർഡ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എർത്തും ചെയ്യാനുണ്ട്. അപ്പോൾ 2 എർത്താണ് ഇതിന് വരുന്നത്, പ്ലേറ്റ് എർത്താണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മളെ ടൂൾസുകൾ, അതുപോലെ തന്നെ അതിൻ്റെ സാധനങ്ങൾ, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടൂൾസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. അപ്പോൾ താമസിയാതെ നമുക്ക് ആ ടൂൾസുകളെയും അതിൻ്റെ മെറ്റീരിയൽസുകളെയും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ വീട് വയറിങ് ചെയ്തിട്ട് ഏകദേശം വയറ് വലിച്ചിട്ടിട്ടോ ഒരു 7 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ 4 അന്ന് നമ്മൾ കേബിൾ വലിച്ചിരുന്നത്. 3 ഫേസിന് തന്നെയാണ് വലിച്ചിട്ടിരുന്നത്. അപ്പോൾ മിക്കവാറും നമുക്ക് 3 ഫേസിലേക്ക് 100% 3 ഫേസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇത് കാരണവശാൽ നമുക്ക് ലോഡ് കുറയ്ക്കേണ്ടി വന്നാൽ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോപ്പർ അന്ന് 14ൻ്റെ കോപ്പറാണ് നമ്മളിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ 2.5 കേബിളിലേക്കൊക്കെ മാറിയിട്ടുള്ളത്. മുമ്പ് നമ്മൾ 14ൻ്റെ കോപ്പറായിരുന്നു സ്ഥിരമായിട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വരുന്നത് 63 ആംപിയറിൻ്റെ ഈ ബാക്ക് ലൈറ്റ് ഫ്യൂസാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഫ്യൂസാണ്. പിന്നെ നോർമലി ഒരു മീറ്റർ ബോർഡാണ്. പിന്നെ സ്നൈഡറിൻ്റെ 4 പോൾ 14 ആംസ് MCB ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ DBയിൽ മൊത്തം ബ്രേക്കേഴ്സ് എല്ലാം MCB സ്നൈഡറാണ്. പിന്നെ എർത്ത് ബെഞ്ച്, ഇത് ഇങ്ങനെ വെറുതെ കൊണ്ടേ അടിച്ചിട്ട് കാര്യമില്ല. ഇത് ശരിക്കും പൂശണം കേട്ടോ. ലെഡ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സോൾഡറിങ് പെയിൻറ്റ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബൂട്ടൺ ഗ്യാസ് വെച്ചിട്ട് നല്ല പൂശിയതിന് ശേഷം ഈ സോൾഡർ പെയിൻറ്റ് അടിച്ച് ഹീറ്റാക്കിയതിന് ശേഷം അതിൽ ഫിക്സ് ആക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മളെ പ്രോപ്പറായിട്ടുള്ളൊരു എർത്ത് കിട്ടുള്ളൂ. ഇത് ഹീറ്റ് സ്ലീവാണ്. ഫ്യൂസിൻ്റെ ആ ഭാഗം വരുന്നിടത്തൊക്കെ നമ്മൾ 6ന് 4ന് കവർ ചെയ്യുന്ന ഒരു ഹീറ്റ് സ്ലീവാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിമ്പിങ് സോക്കറ്റ് എടുത്തിട്ടുള്ളത് 25ൻ്റെ സോക്കറ്റാണ്. അപ്പോൾ 10ൻ്റെ കോപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോപ്പർ നമ്മളിതിൽ ഉരുക്കി വെച്ചിട്ട് അതിലേക്ക് ഇത് കോപ്പർ കുത്തുകയാണ് ചെയ്യുന്നത്, ലെഡ് ഉരുക്കി വെച്ചിട്ട് കേട്ടോ. പിന്നെ വരുന്നത് നട്ടുകൾ, SSR നട്ട് ബോൾട്ട്, പിന്നെ അതിന് പിടിക്കാനുള്ള സ്പാനേഴ്സ് കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം ഈ ഇതൊക്കെ ടൂൾസ് നിർബന്ധമാണ്. നമ്മൾ സ്ലീവൊക്കെ എടുക്കണമെങ്കിലും അതുപോലെ തന്നെ ഒരു BMൻ്റെ ഇതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 700 റുപ്യ വില ഉണ്ട് തോന്നുന്നു. നല്ല സ്റ്റിപ്പറാണ്. ഇത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു മൾട്ടിപർപ്പസ് പ്ലെയറാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്ക്രൂ ഡ്രൈവർ, മാർക്കർ, പെൻസില്, നമ്മളെ നൈഫ്, പിന്നെ അത്യാവശ്യ സാധനങ്ങൾ. എന്തായാലും നമുക്ക് ഓരോ സാധനത്തിന് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോപ്പർ 8ൻ്റെ കോപ്പറാണ്. പിന്നെ കോഡ്ലെസ് ആണ് 2 ഉപയോഗിക്കൽ. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പണി മുടങ്ങും. അതുകൊണ്ട് ഇതൊക്കെ ഫുൾ ചാർജിലിട്ട് കൊണ്ടുവന്നാൽ എന്ത് വർക്കും നമുക്ക് ചെയ്യാം. ഇത് ചെയ്ത് തീർക്കാം നമ്മളെ വർക്കുകളൊക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഇന്നത്തെ ഈ മെയിൻ മീറ്റർ ബോർഡ് ഫിക്സ് ചെയ്യാനും എർത്ത് ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള ഈ സാധനങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കണക്റ്റേഴ്സ് ഉണ്ട്, ബൂട്ട് ക്രിമ്പിങ് സോക്കറ്റുകളുണ്ട്. ആവശ്യമെങ്കിൽ നമ്മൾ വയറുകൾ ജോയിൻ്റ് ചെയ്യാനുള്ള ക്ലോസിങ് കണക്ടറുകളാണിത്. പിന്നെ ഇത് ആ ബൂട്ട് ക്രിമ്പിങ് ചെറുതാണ്, പക്ഷേ ഇത് നമുക്ക് ഉപയോഗം വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ മീറ്റർ ബോർഡ് കയറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ ബോർഡ് നമ്മൾ കയറ്റുന്നുണ്ട്. മീറ്റർ ബോർഡ് കയറ്റി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് അടിച്ചിട്ടാട്ടോ. നമ്മളൊരു കോൺക്രീറ്റ് നെയിൽ ഗണ്ണുണ്ട്, ഗണ്ണടിച്ചിട്ടാണ് നമ്മളൊക്കെ അടിച്ച് കയറ്റി വെക്കുന്നത്. ഇത് ഒരു റിട്ടേൺ വാളാണ്. പിന്നെ എർത്ത് നേരെ കൊണ്ടുവന്ന് ഒരു സ്ലീവ് ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ എർത്ത് ബെഞ്ച് വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഫ്യൂസ് ഇത് 6 ആണ് കേബിൾ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കളർ കോഡ് എന്ന് അങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല. ഒരു കളറ് നമ്മൾ ഒരു ഇൻസുലേഷൻ അടിച്ചാണ്. ഹീറ്റിംഗ് സ്ലീവ് ഫ്യൂസിൻ്റെ കാരിയറിൻ്റെ 2 സൈഡും ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അഡാപ്റ്റർ, ഇത് വയറ് ചിലപ്പോൾ സൈഡൊക്കെ ചെത്തി ഇങ്ങനെ ഉരഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ വെച്ചെന്നുള്ളൂ. പിന്നെ ഉള്ളത് ബുഷൊക്കെ ഉണ്ട്. ഇതിന് സൈഡിലൊക്കെ ബുഷ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര വലിയ വിഷയമല്ല. ഇതൊരു അഡാപ്റ്റർ ഇട്ടെന്നുള്ളൂ. അഡാപ്റ്റർ ഇട്ടാണെങ്കിൽ നല്ല സേഫാണ് കാര്യങ്ങളൊക്കെ. വയറിനൊന്നും കേടുപാടുകളൊക്കെ പറ്റാതെ നമുക്ക് ഒരുവിധം പിടിച്ച് നിൽക്കാം.
ഹീറ്റിംഗ് സ്ലീവ് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. റെഡ് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് RYB ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബിക്ക് നമ്മൾ പകരം നമ്മൾ ഇൻസുലേഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നെ ആ കണക്ടർ, ഞാൻ പറഞ്ഞ കണക്ടറാണിത്, വളരെ ഉപകാരമാണ്. അപ്പോൾ താൽക്കാലിക ടെമ്പററി ഒക്കെ ആണെങ്കിലും നമുക്ക് 2 വയറൊക്കെ കൂട്ടി പിരിക്കണമെങ്കിലൊക്കെ ഇൻസുലേഷൻ അടിക്കാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ നിൽക്കും. 4 പോൾ 14 ആംസ് MCB ആണ്. ഇനിയിപ്പോൾ ഈ എർത്ത് ബെഞ്ച് അടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു സോൾഡറിങ് പെയിൻറ്റ് ചെയ്തിട്ടേ ഇത് നമ്മൾ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി 1 by 1 ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ, ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.